ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സാധാരണ രീതിയിൽ റമദാൻ മാസത്തിൽ ഓസ്ട്രേലിയന്മാരുടെ ജീവിതം തുടങ്ങുന്നത് അസറിന് ശേഷമാണ്. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി അസർ സ്കരിച്ച് കണ്ട് ATM പോയി പൈസ എടുത്ത് കണ്ട് നേരെ പെട്രോൾ പമ്പ് പോയി എണ്ണടിച്ച് അങ്ങനെ അവിടുന്ന് കഫീലിൻ്റെ ഉമ്മ ഒരു വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ഒരു ഹോം മെയ്ഡ് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അവിടെ പോയി കണ്ട് സാധനം മേടിച്ച് ഒരു ചെറിയ കുട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓൻ്റെ കയ്യിൽ ഞാൻ 300 റിയാൽ കൊടുത്ത്. എന്നിട്ട് ഓനോട് ഞാൻ ചോദിച്ചാൽ എനിക്ക് എത്ര റിയാലാണ് ഇത് എന്ന് മനസ്സിലായി ചോദിച്ചു. അപ്പോൾ ഓന് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ട് 100 റിയാൽ എന്ന് പറഞ്ഞു, 100 റിയാൽ പറഞ്ഞു. ഓക്കെ 100 റിയാൽ, അത് 300 റിയാലിന്. പക്ഷേ ഓനക്ക് എന്താ പറയേണ്ടത് അറിയില്ല 300-ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് സലാസ മിയാണ്. ഓക്കെ എന്ന് പറഞ്ഞു കണ്ട് ഓന് മേലെ ഓടിപ്പോയിട്ടാണ്. അങ്ങനെ പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മളെ റൂമിൻ്റെ പുറത്തൊരു പൂച്ച പ്രസവിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ ഒച്ചപ്പാടൊന്നും കേൾക്കണില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി നോക്കിയത്. അപ്പോൾ 4 കുട്ടികളുണ്ട്, നല്ല അടിപൊളി കുട്ടികൾ കേട്ടോ. പക്ഷേ തള്ളപ്പൂച്ചനെ അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ ഞാൻ ഓലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ റമദാൻ മാസമായാൽ ഒരുപാട് സൗദികൾ ഓരോ വീട്ടിലിങ്ങനെ നോമ്പർക്കുള്ള ഫുഡ് ഇങ്ങനെ വിതരണം ചെയ്യട്ടോ. അപ്പോൾ അവിടെ ബംഗ്ലാദേശികളാണ് അടിയുണ്ടാക്കാനും വരിക്കാനും എല്ലാത്തിനും ഓരോ മെയിൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അവിടുന്ന് ഞാനും മേടിച്ചിട്ടാ 2 എണ്ണം. അപ്പോഴാണ് നമ്മളൊരു നാട്ടുകാരനെ കണ്ടത്. അപ്പോൾ ഓനക്കും കൊടുത്ത് വന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് റൂമിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ആ ചിക്കനൊക്കെ എടുത്ത് കണ്ട് എന്ത് ചെയ്ത് നമ്മളെ തള്ളപ്പൂച്ച ഫുഡ് തിരഞ്ഞ് പോയതാ തോന്നുന്നു. അതിനെ കാണാനില്ല. അപ്പോൾ അത് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് അത് അവിടെ വെച്ച് കൊടുത്ത്. അങ്ങനെ ക്ലോസ് ചെയ്ത് കണ്ട് എന്ത് ചെയ്ത് നേരെ പോയത് അഫ്ഗാനി റൊട്ടി മേടിക്കാൻ. അഫ്ഗാനി റൊട്ടി തമീസ് എന്നൊക്കെ പറയും. ആ കാണുന്ന ഓട്ടൻ്റെ ഉള്ളിലാണ് അത് ഉണ്ടാക്കൽ. പരത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിലാണ്ട് വെച്ച് ഒട്ടിച്ചു. പിന്നെ ബാലമംഗലത്തിൽ നമ്പോലന് ശക്തിമരുന്ന് ഉണ്ടാക്കുന്ന പോലുള്ളതിൽ ഈ കുടുക്കിയിലാണ് കേട്ടോ അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ കറിൻ്റെ പേരാണ് എന്ത് ഫൂല് അതുപോലെ അതസ്, അങ്ങനെ കുറേ പേരിൽ അറിയപ്പെടും കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പാകമായാൽ, അതായത് വെന്താൽ ഒരു നീണ്ട വടി, ഇരുമ്പിൻ്റെ വടിയിട്ട് അങ്ങോട്ട് തോണ്ടിയെടുക്കും. റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാധനത്തിന് ആവശ്യക്കാർ ഏറെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊരു 3 എണ്ണം മേടിച്ച് കണ്ട് നേരെ കഫീലിൻ്റെ വീട്ടിൽ തന്നെ പോയി. അങ്ങനെ അത് ലിഫ്റ്റിൽ വെച്ച് കണ്ട് എന്ത് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് വന്നു. ഇത് നമ്മളെ കഫീലിൻ്റെ വീടിൻ്റെ മുമ്പത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ പഴയതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ലൈറ്റ് വെച്ചൊന്ന് സെറ്റാക്കിയതാട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അങ്ങനെ ഇന്ന് നമുക്കൊരു നോമ്പർപ്പിച്ചലുണ്ട്. ഞങ്ങൾ മലയാളീസൊക്കെ കൂടെ ഉള്ളൊരു നോമ്പർപ്പിച്ചലാണ്. അപ്പോൾ നല്ല അടിപൊളി ഫിഷും റൈസും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ ഫേസ് ഒന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു കൂട്ടത്തിൽ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പം ചിലർക്കൊന്നും ഫേസ് കാണിക്കണത് ഇഷ്ടമായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെയും ഫേസ് കാണിക്കാത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു ഗാവിയും കുടിച്ച് കണ്ട് നേരെ വർക്ക്ഷോപ്പ് പോയി. എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വർക്ക്ഷോപ്പ് പോയിക്കാണ്ട് നേരെ വണ്ടി വർക്ക്ഷോപ്പത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് കൊടുന്ന് ഇനി നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം. അതിനും വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ വണ്ടിൻ്റെ ഓയിൽ ചേഞ്ച് എന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്ത് ഒരു കട്ടൻ ചായം കുടിച്ചിട്ടാണ് അവിടെ അങ്ങനെ ഇരുന്ന്. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കൊടുന്നപ്പോഴുള്ള വണ്ടിൻ്റെ അവസ്ഥയാണിത്. ആകെ ചളിയിലൊക്കെ മുങ്ങി കുളിച്ചിക്കണം. അപ്പോൾ എന്ത് ചെയ്ത് പെട്ടെന്ന് ഓയിലും ചേഞ്ചൊക്കെ ചെയ്ത് കണ്ട് നേരെ വാഷിങ്ങിന് കൊണ്ടുപോയി. അങ്ങനെ അടിമുടി ഫുൾ സർവീസ് വണ്ടിൻ്റെ. അങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ചെക്കൻ വന്നത്. നമ്മളെ ചെക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കഫീലാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. ഓൻ്റെ വണ്ടിയാണിത്. ഓൻ്റെ കാരണവരൊക്കെ വണ്ടി ഭ്രാന്തന്മാരായി. ഇതുപോലുള്ള 2-3 വണ്ടി വീട്ടിൽ വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ജിദ്ദയിൽ റേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കട്ടെ കാറിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെ കുണാണ്ടന്മാരാണ് ഇവർ. അപ്പോൾ ഇനിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊക്കെ ഫ്രീ ടിക്കറ്റൊക്കെ തരലുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെയും ഓൻ്റെയൊക്കെ വാഷിങ് കഴിഞ്ഞ് കണ്ട് വണ്ടി ഇങ്ങനെ പതുക്കെ പുറത്ത് കറക്കുകയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ് അത് ഓടിക്കാൻ. പക്ഷേ ഒരു നിരന്ന റോഡ് കിട്ടിയ ആൾ പുലിയാണ്. ഇതാണ് ഞാൻ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായപ്പോൾ ഓടിച്ചിരുന്ന പകരം ഓടിച്ചിരുന്ന വണ്ടി. എൻ്റെ വിചാരം ഇതാണ് സൗദി അറേബ്യയിലെ ഏറ്റവും ചെറിയ വണ്ടിയെന്ന്. പക്ഷേ അതിമൊക്കെ ഇങ്ങനെ നോക്കിയാൽ അപ്പുറത്തൊരു കാക്ക കൊടുന്നിട്ട വണ്ടിയാണ് ആ കാണുന്നത്, നമ്മളെ നാട്ടിലെ അൾട്ടോ. ഈ സാധനം നാട്ടിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ തിരിച്ചാൻ പെട്ടൊരു പാട് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റുള്ള വണ്ടികൾ കേട്ടോ. ഇത് കഫീലിൻ്റെ അനിയൻ്റെ വണ്ടിയാണ്. അതേപോലെ വേറൊരു വണ്ടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
ഇത് നിസ്സാൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മളവിടെ കണ്ട വണ്ടി കഴുകി കൊടുന്നിട്ടതാണ്. ഇതൊരു ഹോണ്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓടിച്ചു നോക്കിക്കണം. ഇതൊക്കെ ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഈ ചങ്ങായി നെഞ്ചത്തടിച്ച് കയറിയാണോ അതാ കടയിലേക്ക് ആളെ വിളിച്ചാണോ എന്നറിയില്ല. ഇതാണ് ഞാൻ പണിയെടുക്കണ വീട്. ഇതിലിപ്പോൾ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു 10-15 സെൻറ്റ് സ്ഥലത്തുള്ള ഈ ഒരു ബിൽഡിങ്ങിൽ ആരൊക്കെ താമസിക്കണമെന്ന് വെച്ചാൽ എൻ്റെ കഫീലും കഫീലിൻ്റെ ഉപ്പയും കഫീലിൻ്റെ അനിയൻ 2 അനിയന്മാരും ജ്യേഷ്ഠനും പിന്നെ വാടകയ്ക്ക് താമസിക്കണമല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നാട്ടിലാണെങ്കിൽ ഇത്രയും ആളുകൾക്ക് താമസിക്കണമെങ്കിൽ എത്ര സെൻറ്റ് സ്ഥലം എത്ര വീടുകളും വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ താമസിക്കല്ലോ ബെറ്റർ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് നേരെ പള്ളിക്കൊക്കെ പോയി കാണുന്ന നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ എന്ത് ചെയ്ത് ഉംറക്ക് പോകാൻ കുറേ ദിവസമായി പൂതി. റംസാൻ മാസമല്ലേ, അപ്പോൾ ഉംറത്തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് പക്ഷെ പോകണില്ല കേട്ടോ. എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ പോകണം. ഡ്രൈവർമാരായതുകൊണ്ട് തന്നെ അവരുടെ സമയവും നമ്മളെ സമയമൊക്കെ കൂടാണ്ട് ഒത്തു വന്നാലേ അപ്പോൾ ഇതിന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് കണ്ട് അറബ് മാളിൽ പോയി. ജിദ്ദയിലെ അറബ് മാളാണിത്. അവിടെ ഒന്നും പാർക്കിംഗ് സ്ഥലം കഴിഞ്ഞിട്ട് തിരക്കായതുകൊണ്ട് ഞാനിവിടെ ഈ റോഡ് സൈഡിൽ കൊടുത്തിട്ടതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ജിദ്ദ എന്ന് എഴുതിയൊരു സ്റ്റാറ്റ്യൂ കാണാം. അങ്ങനെ കുറച്ച് നേരം അപ്പുറത്ത് ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇങ്ങനെ നിന്ന്. ഇതൊരു മൂവി തിയേറ്ററാണ് കേട്ടോ മാളിൻ്റെ ഉള്ളിലുള്ള. അങ്ങനെ കഫീലിൻ്റെ അമ്മ പറഞ്ഞിട്ട് പോയിക്കാണ്ട് അത്താഴം കഴിച്ചോ എന്ന് പറഞ്ഞു. ഒരു 30 റിയാലും കിട്ടുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ താസിജ് ബ്രോസ്റ്റഡ് ചിക്കനാണ്. കുറേ ദിവസമായി ബ്രോസ്റ്റ് കഴിച്ചിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്താഴത്തിന് ബ്രോസ്റ്റ് കഴിക്കണോ ഒരു പൊട്ടനറിയാം എന്നാൽ ഞാനാണത്. 5 പൈസക്ക് ഇല്ല കേട്ടോ, സത്യം പറയാലോ. അങ്ങനെ അതും കഴിച്ച് കാണാൻ നേരെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കൊതുകിന് പുക അടിക്കണ വണ്ടി കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ മുനിസിപ്പാലിറ്റീൻ്റെ വണ്ടിയാണിത്. അങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് കാണ്ട് കമ്പനിക്കാരൻ്റെ ഇപ്പോൾ വർത്താനം പറഞ്ഞു നിന്നപ്പോൾ കഫീൽ വിളിച്ച് കാണ്ട് ചെല്ലാൻ പറഞ്ഞു. കഫീലിൻ്റെ റൂമിൽ വന്നപ്പോൾ കഫീൽ 2 വലിയ കീസ് തന്നു. ഇത് ചെടുത്തു പറഞ്ഞു കാണ്ട്. അപ്പോൾ അതങ്ങനെ റൂമിൽ കൊടുന്ന് വെച്ചു. അപ്പോൾ ഇതിലെന്തൊക്കെ സാധനം ഉണ്ടെന്ന് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.